ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്ര സീരിയലിന്റെ അപ്കമിങ് അടിപൊളി റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ തമിഴ് വേർഷനായിട്ടുള്ള തെണ്ടൽ വന്ന് വീസും എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിന്റെ ഭാഗം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മേരിയും ചേട്ടനും കൂടി വന്നിട്ട് നമ്മുടെ വേദേനെയും വിക്രത്തിനെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാകാം കേട്ടോ. മേരിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പോത്തിറച്ചിയും കുറച്ച് വെള്ളയപ്പവും അപ്പം ഒക്കെ ചുട്ടിട്ട് കൊടുക്കുക. അത് ഭയങ്കര വിക്രത്തിന് ഇഷ്ടമാവുന്നുണ്ട്. വിക്രം പറഞ്ഞിട്ട് വേദ സൂപ്പറാണ് തോന്നുന്നു, അടിപൊളി മണമാണ്, നമുക്ക് ഇപ്പൊ തന്നെ കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഭക്ഷണമൊക്കെ കഴിക്കണം. അതിനുശേഷം രാത്രി ആവുമ്പോഴേക്കും നമ്മുടെ വിക്രം വേദനയെ നോക്കാട്ടോ. വേദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ഉറങ്ങുന്നില്ലേ, സമയം എത്രയെന്നാ വിചാരം, എത്രയായി എന്ന് വിക്രം ചോദിക്കാണ്. അതിനിവിടെ വാച്ചൊന്നുമില്ലല്ലോ, പിന്നെ ഇരിക്കാൻ അറിയാൻ പറ്റുമോ, അല്ല നീരെ പറഞ്ഞ സമയം ഒത്തിരി ആയെന്ന്. ഒത്തിരി ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി, കിടന്നുറങ്ങണ്ടേ, പ്രത്യേകിച്ച് ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലാത്തയാണ്, ചെറിയൊരു മെഴുകുതിരി വെളിച്ചത്ത് വേണം കിടന്നുറങ്ങാനായിട്ട്, അതും കൂടി കിടത്തി കഴിഞ്ഞാൽ കൂരിരുട്ടാകും, അതുകൊണ്ട് നമുക്ക് നേരത്തെ കിടന്നാലോ. ശരി കിടക്കാം എന്ന് പറയാണ്. അല്ല നിങ്ങള് പുറത്താണോ അകത്താണോ കിടക്കുന്നത്, അപ്പൊ അതെന്താ അങ്ങനെ, അല്ല സാധാരണ അങ്ങനെയാണല്ലോ ഒരു പരിചിതത്തൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഇതുപോലത്തെ സ്ഥലത്ത് നിങ്ങൾ പുറത്തല്ലെങ്കിൽ ഞാൻ അകത്ത്, അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ പറയാറുണ്ടല്ലോ. ഞാൻ പുറത്ത് കിടന്നോളാം, എന്റെ സേഫ് നോക്കണ്ടേ, ഞാൻ സേഫ് ആയിട്ടിരിക്കണ്ടേ, അതിനുവേണ്ടി നിങ്ങൾ എന്റെ സേഫിന് വേണ്ടി പുറത്ത് കിടന്നാലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ് എന്ന് വേദ പറയുമ്പോ വിക്രം പണ്ട് അയ്യടി അതൊക്കെ സിനിമയിലെ സീരിയലിലും ഭർത്താവ് കട്ടിലിന്റെ താഴെ പായ വിരിച്ചു കിടക്കും, അല്ലെങ്കിൽ ഭാര്യ പായ വിരിച്ചു കിടക്കും, എന്നിട്ട് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കട്ടിലെ മോളിൽ കിടക്കും. ഇത് നമ്മൾ പതിവ് കാണുന്ന കാഴ്ച തന്നെയല്ലേ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു കാഴ്ച വേണ്ട, എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഒരു കാഴ്ചയില്. ഭാര്യ എവിടെയാണ് കിടക്കുന്നത് അവിടെ വേണം ഭർത്താവ് കിടക്കാനായിട്ട്. വേദ പറയണ്ട്, ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ് ചിരിക്കാണ്. അല്ല നീ എന്തിനാ ചിരിക്കണത്, അല്ല നിങ്ങൾ മുമ്പ് എന്തൊരു മൊരടനായിരുന്നു, പക്ഷേ ഇപ്പൊ നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. വിക്രം പറയുന്നുണ്ട്, അതെ ഞാനേ റൊമാൻറ്റിക് ആയതേ പറഞ്ഞതൊന്നും അല്ല, ഈ ഡയലോഗേ മുമ്പ് നീ എന്നോട് പറഞ്ഞതാണ്. ഞാനോ, അതെ ഓർമ്മയില്ലേ, കുറെ നാൾ മുമ്പ് ഞാൻ എന്റെ കട്ടിലെ നീ വന്ന് കിടന്നു, ഞാൻ എന്തിനാ എന്റെ കട്ടിലെ നീ വന്ന് കിടന്നെന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്, ഭർത്താവ് എവിടെയാണോ കിടക്കണത് അവിടെയാണ് ഭാര്യ കിടക്കേണ്ടത്, എന്താ ഓർമ്മയില്ലേ. ഓ അത് ഓർത്തു വെച്ചിരിക്കുകയാണോ, പിന്നല്ലാതെ. അതുകൊണ്ടേ ഇന്ന് നമുക്ക് ഒരുമിച്ച് കിടക്കാൻ ഒരുമിച്ച്, ഉറങ്ങാൻ ഒരുമിച്ച്, എവിടെയും പോവാണെങ്കിൽ ഒരുമിച്ച്, അങ്ങനെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണം നിൽക്കാനുണ്ട്, അപ്പോഴേ ശക്തി കൂടുള്ളൂ. ശരി ശരി എന്ന് പറയാണ്. വിക്രം പറയണ്ട്, നല്ല തണുപ്പുണ്ടല്ലേ. അതെ നല്ല തണുപ്പുണ്ട്. ഹോ ഒരു രക്ഷയില്ല, നല്ല തണുപ്പ്, നല്ല രസമുണ്ട്, നമ്മൾ ഈ വീട്ടിലൊക്കെ എ സി ഇട്ട് ഉറങ്ങില്ലേ അതിനേക്കാൾ ഫീൽ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ വീട്ടിൽ എ സി ഒന്നും ഇല്ലാത്തവർ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ എന്ന് വിക്രം പറയുമ്പോ കളിയാക്കൊന്നും വേണ്ട, എന്തായാലും നല്ലൊരു തണുപ്പുണ്ട്, നല്ല കാലാവസ്ഥ, ഈ കാലാവസ്ഥയിൽ ചെറിയൊരു കട്ടൻ ചായയും കുടിച്ചിട്ട് ഈ തേയിലത്തോപ്പിന്റെ ഇടയിൽ കൂടിയൊക്കെ പോകാനായിട്ട് എന്ത് രസമായിരിക്കും അല്ലെ. അപ്പൊ വിക്രം ചോദിക്കണ്ടേ, എന്താ നിനക്ക് അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ സാധിച്ചു തരോ, പിന്നെ നിന്റെ ആഗ്രഹം സാധിച്ചു തരാനല്ല ഞാനിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ ഈ തണുപ്പത്തെ ഒരു പുതപ്പിന്റെ കീഴിൽ നമുക്ക് രണ്ടുപേർക്ക് കെട്ടിപ്പിടിച്ച് ഈ തേയിലത്തോട്ടിലത്തേക്ക് നടക്കാം എന്ന് പറയാണ്. അതെ ഇവിടെ പന്നികളും എലികളും ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ. പന്നികളൊക്കെ ഉണ്ടെന്ന ചേട്ടൻ പറയണ്ടായിരുന്നു രാവിലെ. അപ്പൊ നമ്മൾ പോയ പ്രശ്നമാവില്ലേ, എന്ത് പ്രശ്നം, അതിനേക്കാളും വലിയ പന്നി എന്റെ കൂടെ ഉണ്ടല്ലേ. ദേവിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും നേരത്തെ, തരം താന്ന തമാശ പറയരുന്നു. ഓക്കെ ശരി എന്നാ ഇനി പറയത്തില്ല, നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രാത്രി കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ട്. ശേഷം രണ്ടുപേരും കൂടി കമ്പിളി പുതപ്പെടുക്കാനായിട്ട് നന്നായിട്ട് പുതച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആ ഒരു തേയിലത്തോട്ടത്തിന് നടുക്കൂടി നടന്നു പോവാട്ടോ. വിക്രം വേദ വിക്രത്തിനെ നോക്കുന്നുണ്ട്. അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വിക്രം വേദനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശേഷം നടപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഒരുപാട് നടന്നു അല്ലേ എന്ന് വിക്രത്തിനോട് വേദ ചോദിക്കുമ്പോ അതെ ഒത്തിരി നടന്നു, പക്ഷെ ദൂരെ ഒരു പ്രശ്നമല്ല, കാരണം കൂടെ നീ ഉണ്ടല്ലോ. തുടങ്ങി വിക്രം റൊമാൻറ്റിക് ആവാൻ തുടങ്ങി. ഈ റൊമാൻസ് രാത്രി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്ന് വേദ പറയുമ്പോ അതെന്താ റൊമാൻസിങ് രാത്രിയും പകലെന്നൊക്കെ ഉണ്ടോ. അതൊന്നും എനിക്കറിയില്ല, വിക്രത്തിന് നേരെ ഉരുട്ടുമ്പോഴേ റൊമാൻസും കുറച്ച് കൂടുന്നുണ്ട് എന്ന് വേദ പറയുമ്പോ ഓഹോ അങ്ങനെയാണോ, നീ ഇവിടെ വന്നിരിക്കെ എന്ന് പറയാണ്. എന്റെ വിക്രമാണെങ്കിൽ വേദയുടെ ഇവിടെ തോളത്തിങ്ങനെ തല ഇങ്ങനെ ചായച്ചിങ്ങനെ കിടക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയണ്ട്, ശരിയാ നീ പറഞ്ഞത്, മുമ്പ് ഞാൻ എന്തൊരു മൊരട്ടനായിരുന്നു, പ്രണയം എന്താന്നോ സ്നേഹം എന്താന്നോ ഒന്നും ശരിക്കും എനിക്കറിയില്ല. എനിക്ക് അറിയാവുന്ന സ്നേഹം അച്ഛനോടുള്ള സ്നേഹം, അമ്മയടുത്തുള്ള സ്നേഹം, പിന്നെ ഏട്ടൻ ഏടത്തി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്നേഹം, പക്ഷേ ഒരു ഭാര്യ അടുത്തുള്ള സ്നേഹം ഇത് ആദ്യമായിട്ടാ, ഒരു പ്രണയിക്കുന്നത് ആദ്യമായിട്ടാ എന്നൊക്കെ പറയാണ്. വേദ വിക്രത്തിന്റെ കൈകളിൽ പിടിക്കുന്നുണ്ട്. ശേഷം വിക്രം വേദനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു ചെറിയൊരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ആ വിളക്കിൽ നോക്കിക്കൊണ്ട് വിക്രം വേദത്ത് പറയുന്നുണ്ട്, നിന്നെ ഈ വിളിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാണ്. പിന്നീട് അവിടെ റൊമാൻസും കാര്യങ്ങളും തന്നെയാണ് നടക്കുന്നത്.
രാവിലെ ആകുമ്പോഴേക്കും വിക്രവും വേദയും കൂടി എഴുന്നേറ്റ് ഇങ്ങനെ പതുക്കി എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും മേരി ചേച്ചി പുറത്തിങ്ങനെ കാത്തിരിക്കാണ്. ആഹാ കൊള്ളാലോ, സമയം എത്രയെന്ന് അറിയാവോ? ഇന്ന് എന്റെ കൂടെ തേയിലത്തോട്ടത്തി വരാന്ന് പറഞ്ഞ ആളാണ് കിടന്നുറങ്ങണം. അയ്യോ ചേച്ചി, സമയം പോയത് അറിഞ്ഞില്ല. മനസ്സിലായി ഇന്നലെ ഭയങ്കര റൊമാൻസ് ആയിരുന്നല്ലേ? റൊമാൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് തോന്നി ഇവിടെ നല്ല തണുപ്പല്ലേ, ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ എന്നൊക്കെ മേരി ചേച്ചി പറയുമ്പോഴേക്കും വിക്രം ചിരിക്കാട്ടോ. വേദെടുത്ത് ചോദിക്കണ്ടോ, തനിക്ക് പോണം വിക്രം, ഇവിടെ വെറുതെ ഇരിക്കല്ലേ, ഞാൻ പോയിട്ട് വരാം എന്ന് പറയാണ്. അതെ പേടിക്കൊന്നും വേണ്ടെന്നേ, ഞാനില്ലേ കൂടെ എന്ന് പറയാണ്. അങ്ങനെ മേരിയുടെ കൂടെ വേദയും പോവാണ്, മാക്സി ഒക്കെ ഇട്ടിട്ടോ. എന്നിട്ട് വേദ ആ ചേച്ചിയുടെ കൂടെ പോയിട്ട് എന്താണ് നല്ല തേയിലയൊക്കെ പറിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം പഠിക്കുന്നുണ്ട് കേട്ടോ വേദ. അങ്ങനെ അവരവിടെ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചു തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കടന്നു പോകുമ്പോഴേക്കും ഈ വിക്രത്തിനെ കണ്ട് ഒരു ഓട്ടോക്കാരനെ കണ്ടിട്ട് മനസ്സിലാക്കിയ ഒരു ഭാഗം കാണിച്ചില്ലേ, ആ ഓട്ടോക്കാരൻ വിക്രത്തിനെ എവിടെയോ കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. ശരിക്കും ആൾക്ക് അറിയാട്ടോ ഇത് വിക്രമാണെന്നും മറ്റേ ശ്രീയുടെ ശത്രുവാണെന്നൊക്കെ അറിയാം. ഇത് നേരെ പോയി ആള് പോയി പറയണത് നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീയുടെ അടുത്താണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന്റെ കുറച്ച് ഗുണ്ടകളും ചേർന്നിട്ട് വിക്രത്തിന്റെയും വേദനയും അടുത്തേക്ക് വരുന്നുണ്ട്. അത് മാത്രല്ല ഈ വിക്രത്തിന്റെ ഫോട്ടോ ഇയാള് ഫോണിൽ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് തന്നെയാണോന്ന് അറിയണമല്ലോ. വേദന അയാൾ എപ്പോഴും കണ്ടിട്ടില്ല, വിക്രത്തിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വിക്രം ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി ആ ചേട്ടന്റെ കൂടെ എവിടെയൊക്കെയോ പോകുന്ന സമയത്താണ് ഇയാൾ ഫോട്ടോ എടുക്കുന്നത്. ആ ഫോട്ടോ എടുത്തിട്ട് അയാൾ നേരെ വന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. സാർ ഇയാളല്ലേ സാറിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഒരാള്, സാറിന്റെ ശത്രുവായിട്ടുള്ള ആള് ഇയാളല്ലേ? അതേടാ ഇവനിപ്പോ എവിടെയുണ്ടെന്ന് ചോദിക്കാണ്. സാറേ ഇയാള് ഞങ്ങളുടെ സ്ഥലത്തുണ്ട് സാറേ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അവൻ ആ മലമുകളിൽ വന്നിട്ടാണ് ഇപ്പൊ താമസിക്കണല്ലേ? അതെ സാറേ, ഞാനിപ്പോ ഇവിടെ തേയിലയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് നാട്ടിൽ വരാറുണ്ടല്ലോ. അപ്പൊ സാറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. അപ്പൊ സാറിന് സഹായിക്കാറുണ്ടല്ലോ ഞാൻ. ആഹാ, നീ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. നിനക്ക് കുറച്ച് ഇക്കിളി വേണമായിരിക്കും അല്ലെ? ശരി, ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം, നീ എന്നെ ഇത് കാണിച്ച കാര്യം, ഞാൻ ഇത് കണ്ട കാര്യം വേറെ ആർക്കും പറയാൻ പാടില്ല. ഇല്ല സാറേ, ഞാൻ പറയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ പോലീസുകാർത്തെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ഞാൻ സാറിന് ഡയറക്റ്റ് വന്നല്ലേ പറഞ്ഞത്. എന്നാ ഈ പൈസ നീ പിടിച്ചോ. പിന്നെ നീ സംശയത്തിന്റെ പേരിലൊന്നും അവരുടെ അടുത്ത് നിൽക്കാൻ പാടില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരാം. നീ അവിടെ കറക്റ്റ് ആയിട്ട് അവന്റെ കൂടെ മിക്കവാറും വേദ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയത്ത് ഇവിടെ താമസിക്കാൻ വെച്ചാൽ അവിടെ അവർ ഒരുമിച്ചുള്ള സമയത്ത് നീ എന്നെ വിളിക്കണം. ഞാൻ ആ സമയത്ത് അവിടേക്ക് വരാം എന്ന് പറയാണ്. ശരി സാറേ എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ പോകുന്നുണ്ട്. പിന്നെ അയാൾ സംശയമുള്ള പോലെ അഭിനയിക്കണമെന്നില്ല. പക്ഷെ ഇയാൾ കാണുവാണ് ശ്രീകാന്ത് അവിടെ എത്തണം കേട്ടോ. അവിടെ എത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ വേദയും വിക്രവും കൂടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കണൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ അവസാനം പറഞ്ഞ ഭാഗങ്ങളെല്ലാം തന്നെ ഇതിൽ തമിഴിലെ ഭാഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞതേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വിക്രവും വേദയും ഇവിടെ വന്നിട്ട് കുറെ റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ വേദ പ്രഗ്നന്റ് ഒക്കെ ആവും കേട്ടോ. അത് പിന്നെ നല്ല രസമുള്ള ഭാഗമാണ്. അത് കണ്ട് കുറച്ച് ശോകം ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മലയാളത്തിൽ ചിലപ്പോൾ കട്ടാക്കാൻ ചാൻസ് ഉണ്ട്. തമിഴിൽ കുറച്ച് ലോങ് ആയിട്ടാണ് ആ സാഡ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്നെ കാണാൻ. എന്തായാലും പവിത്ര സീരിയൽ നല്ല ഭാഗങ്ങളിൽ വരാൻ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അതായത് നല്ല നല്ല എപ്പിസോഡ്സ് ഒരുപാടുണ്ട്. ഞാനിപ്പോ തമിഴില് ഇതിന്റെ തുടർന്നുള്ള ഭാഗം കണ്ടു നോക്കിയപ്പോൾ ഒരുപാട് നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ റിവ്യൂ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.